കോൺഗ്രസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അന്തഛിദ്രം അതിനുശേഷം പെരുകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആര് ഒരു വെപ്രാളമായിരുന്നു, അതായത് മുഖ്യമന്ത്രിയാകണം, എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് അവർ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറുകയും രമേശ് ചെന്നിത്തല പുറകോട്ട് പോവുകയും ഇലക്ഷൻ അടുത്തപ്പം മുമ്പോട്ട് വരാനുള്ള ശ്രമം നടക്കുകയും എന്നാൽ വി ഡി സതീശൻ ഏതാണ്ട് ഒരു വലിയ ഫിഗറായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ ഇനിയിപ്പോൾ അടുത്ത UDF ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണെന്നുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ തോന്നൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഈ ഒരു 100 സീറ്റ് എന്നുള്ളതിലേക്ക്. 100 സീറ്റ് പക്ഷേ അല്ല, അദ്ദേഹം 100 സീറ്റ് എന്ന് പറയുന്നത് വേറൊരു കാര്യം നോക്കിയിട്ടാണ്. അതായത് 24 വോട്ട് നോക്കിയിട്ടാണ്. 24 വോട്ട് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് നല്ലൊരു പങ്ക് CPM ഭാഗത്തു നിന്നും പിന്നെ BJP പിടിച്ചു. അപ്പോൾ ഇനി ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് കിട്ടുമെന്നൊരു ധാരണയുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പം പള്ളിയും പിന്നെ നമ്മുടെ കന്യാസ്ത്രീ പ്രശ്നവും എല്ലാം കൂടെ വന്ന് അതും നല്ലൊരു ശതമാനം കിട്ടുമെന്നുള്ള ധാരണയും കൂടെ വന്നപ്പോഴാണ് 100 സീറ്റ് എന്ന് അദ്ദേഹം പറയാൻ കാര്യം. അപ്പം 100 സീറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും CPM നല്ലപോലെ മെലിയണം. ഇത് സംഭവിച്ചില്ലെങ്കിൽ ആ 100 സീറ്റ് നടക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ BJPയെ കുറിച്ചുള്ള ആശങ്കയിലേക്ക് വരുമ്പോൾ കോൺഗ്രസും അല്ലെങ്കിൽ UDF നേതൃത്വത്തിനും ആകെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ അങ്ങ് പറഞ്ഞു ന്യൂനപക്ഷ വോട്ടുകൾ അവർ ഉറപ്പിച്ചു. അതെ, ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കന്യാസ്ത്രീ സംഭവം കൂടെ നടന്നപ്പം ക്രിസ്ത്യനും മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് കൈക്കലായിട്ടുണ്ട്. പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു ഭാഗം എങ്ങനെ പിടിക്കണമെന്നുള്ളത് മാത്രമാണ് അവരിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. പക്ഷേ അത് പിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ CPM വലിയ ദോഷമാവും. CPM ഉള്ള വോട്ടുകൾ കൂടെ പോകുന്ന ഒരു സാഹചര്യം വരുമോ എന്ന് അവർക്ക് ഭയമുണ്ട്. പക്ഷേ CPM ഒരു ചെറിയ ജനകീയ അടിത്തറ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അവർ കണക്ക് അങ്ങനെയല്ല. അവർ കണക്ക് BJPയിലേക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ പോകാതിരിക്കുക. BJP ഉള്ള ഹിന്ദു വോട്ട് പിടിച്ചോട്ടെ, അതിലധികവും കോൺഗ്രസിൽ നിന്ന് വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പോയാലും കുഴപ്പമില്ല. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു കാരണവശാലും BJPയിലേക്ക് പോകരുത്. അതാണ് ഈ കന്യാസ്ത്രീ പ്രശ്നത്തിൽ CPM വീണ്ടും സജീവമായിട്ട് വന്നത്.